ജൂനിയേഴ്സ് തൊട്ട് സീനിയേഴ്സ് വരെ എല്ലാവർക്കും വരുന്ന ഡൗട്ട് ആണ് ഡോട്ട് നൊട്ടേഷൻ യൂസ് ചെയ്യണോ ബ്രാക്കറ്റ് നൊട്ടേഷൻ യൂസ് ചെയ്യണോ. അതിനൊരു ക്ലാരിറ്റി നമുക്ക് ഈ വീഡിയോയിലൂടെ തരാനായിട്ട് സാധിക്കും. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. നമ്മളൊരു വേരിയബിൾ എഴുതി വെച്ചു, അല്ലെങ്കിൽ ഒരു ഒബ്ജക്ട് എഴുതി വെച്ചു, പേഴ്സൺ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നെയിം, ഏജ്, ഒക്യുപ്പേഷൻ ഉണ്ട്. ഓക്കെ, ഈ ഒരു പേഴ്സണിന്റെ വാല്യൂ നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാൻ സാധിക്കും. ഡോട്ട് നൊട്ടേഷൻ വെച്ചിട്ടും ബ്രാക്കറ്റ് നൊട്ടേഷൻ വെച്ചിട്ടും. അല്ലെ, ഡോട്ട് നൊട്ടേഷൻ ആണെങ്കിൽ പേഴ്സൺ എന്ന് പറഞ്ഞ ഒബ്ജക്ട് ഡോട്ട് ആ ഒരു കീ നെയിം, അല്ലെ, പേഴ്സൺ ഡോട്ട് നെയിം, പേഴ്സൺ ഡോട്ട് ഏജ്, അല്ലെങ്കിൽ പേഴ്സൺ ഡോട്ട് ഒക്യുപ്പേഷൻ. അങ്ങനെ. ഇത് ബ്രാക്കറ്റ് നൊട്ടേഷൻ വെച്ചാണെങ്കിലോ പേഴ്സൺ ഓഫ് ബ്രാക്കറ്റില് ഡബിൾ കോട്ട്സിലോ സിംഗിൾ കോട്ട്സിലോ നെയിം, പേഴ്സൺ ഓഫ് ബ്രാക്കറ്റില് ഏജ്, പേഴ്സൺ ഓഫ് ബ്രാക്കറ്റിൽ ഒക്യുപ്പേഷൻ. അങ്ങനെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അല്ലെ, ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഒരു ഒബ്ജക്റ്റിൽ നിന്ന് വാല്യൂ എടുക്കാനായിട്ട് സാധിക്കും. നോർമലി ഇത്ര നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, അല്ലെ. പക്ഷെ ഏത് കേസിലാണ് ഇത് യൂസ് ചെയ്യേണ്ടത്? ഫസ്റ്റ് എക്സാമ്പിൾ നമുക്ക് ഡൈനാമിക് പ്രോപ്പർട്ടി നെയിംസ്. അതായത് ഇത് നമ്മൾ പറഞ്ഞത് സ്റ്റാറ്റിക് പ്രോപ്പർട്ടി നെയിംസ് ആണ്. അതായത് ഇതിന്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റിക് ഡയറക്റ്റ് ആയിട്ട് പേഴ്സൺ ഡോട്ട് നെയിം, പേഴ്സൺ ഡോട്ട് ഏജ്, അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് നെയിം, ഏജ്, അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അല്ലെ, ഇതായിരുന്നു സ്റ്റാറ്റിക് പ്രോപ്പർട്ടി നെയിംസ്. നമുക്ക് ഡൈനാമിക് പ്രോപ്പർട്ടി നെയിംസ് നോക്കാം. കോൺസ്റ്റന്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആ പ്രോപ്പർട്ടിക്കകത്തേക്ക് പ്രോംപ്റ്റ് എടുക്കും. അതായത് നമ്മൾ യൂസറിൽ നിന്ന് ഇൻപുട്ട് എടുക്കാൻ വേണ്ടിയാണ് പ്രോംപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനകത്ത് ഞാൻ ഒരു ടെക്സ്റ്റ് കൂടെ കൊടുത്തു, എന്റെ കീ ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് യൂസർ എന്ത് കീ കൊടുക്കുന്നു അതിനനുസരിച്ച് നമുക്ക് വാല്യൂ കിട്ടണം. ഇതൊരു ഡൈനാമിക് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്ക് ഡൈനാമിക് പ്രോപ്പർട്ടി നെയിംസ് എങ്ങനെയാണ് എടുക്കുന്നതെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇതിലൂടെ നമ്മുടെ സെയിം പേഴ്സൺ ഒബ്ജക്ട്, പക്ഷെ ഇതിനകത്ത് നെയിമും ഏജും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഓക്കെ, നമുക്ക് കിട്ടിയ ഇൻപുട്ടിൽ നിന്നുള്ള വാല്യൂ ആണ് നമുക്ക് അറിയേണ്ടത്. അല്ലെ, അപ്പൊ ഇൻപുട്ട് എന്ന് കൊടുക്കാം. അപ്പൊ ഇങ്ങനെ ഒരു നമുക്കൊരു പ്രോംപ്റ്റ് വരും. അതിനാണ് ഈ പ്രോംപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ യൂസറിൽ നിന്ന് ഒരു ഇൻപുട്ട് എടുക്കുവാണ്. ആ ഇൻപുട്ട് എടുത്തിട്ട് അതെന്താണോ യൂസർ ടൈപ്പ് ചെയ്തത് അതിനനുസരിച്ച് ആ ഒരു പ്രോപ്പർട്ടി ഈ ഒബ്ജക്റ്റിന്റെ അകത്ത് പോയിട്ട് സെർച്ച് ചെയ്യും. കീ, അങ്ങനെ കീ ഉണ്ടോ? ആ കീ ഉണ്ടെങ്കിൽ അതിന്റെ വാല്യൂ ആണ് നമുക്ക് ഈ പേഴ്സൺ ഇൻപുട്ട് എന്ന് പറഞ്ഞ ഫീൽഡിന്റെ അകത്ത് നമുക്ക് കിട്ടേണ്ടത്. അതാണ് നമ്മൾ കൺസോൾ ലോഗ് ചെയ്യാൻ നോക്കുന്നത്. ഇത് ഒരു ഡോട്ട് ഓപ്പറേറ്റർ, ഡോട്ട് നൊട്ടേഷൻ വെച്ചിട്ടും അതേപോലെ ഒബ്ജക്ട് നൊട്ടേഷൻ വെച്ചിട്ടും എഴുതാനാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് നമ്മൾ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്താണ് കിട്ടുന്നതെന്ന് നോക്കാം. നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം ചെയ്യുന്നത് എന്താണ്? നമുക്ക് എൻ്റർ കീ ഹിയർ, നമ്മൾ ഇവിടെ കൊടുത്ത ലേബലാണ് കൊടുക്കുന്നത്. ഞാനിവിടെ ഏജ് എന്ന് കൊടുക്കാൻ നോക്കുക. ഇതിനകത്ത് ഏജ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ പേഴ്സൺ ഡോട്ട് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇവിടുന്ന് കിട്ടുന്ന വാല്യൂ, അതായത് ഏജ്. പേഴ്സൺ ഡോട്ട് ഏജ് ആയിരിക്കും നമ്മളിവിടെ സെർച്ച് ചെയ്യുന്നത്. അല്ലേ, അപ്പൊ ഏജ് ഇവിടെ 35 എന്നുണ്ട്. അപ്പൊ ഇതിന് രണ്ടിന്റെ റിസൾട്ട് ബൈ ഡിഫോൾട്ട് ആയിട്ട് 35 കിട്ടേണ്ടതാണ്. അല്ലെ, ഞാൻ അവിടെ സേവ് ചെയ്ത് നോക്കുന്നു. എനിക്ക് ആദ്യത്തെ റിസൾട്ട് വന്നു അൺഡിഫൈൻഡ്, പക്ഷെ രണ്ടാമത്തേന് എനിക്ക് കറക്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടി. നമുക്ക് ഒന്നുകൂടി സേവ് ചെയ്തിട്ട് നോക്കാം. ഏജിന് വരെ ഇപ്രാവശ്യം നെയിം എടുക്കാം. നെയിം എടുക്കാനായിട്ട് നെയിം ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തേന് വീണ്ടും അൺഡിഫൈൻഡ് കിട്ടി, രണ്ടാമത്തെ പക്ഷേ ജോൺ എന്ന് പറഞ്ഞ പേര് കിട്ടി. എന്താണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഡോട്ട് നൊട്ടേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡൈനാമിക് പ്രോപ്പർട്ടീസിന്റെ വാല്യൂ എടുക്കാൻ സാധിക്കില്ല. ഓക്കെ, അതിനായിട്ട് നമ്മൾ ഒബ്ജക്ട് നൊട്ടേഷൻ അതിനായിട്ട് നമ്മൾ ബ്രാക്കറ്റ് നൊട്ടേഷൻ തന്നെ യൂസ് ചെയ്യണം. ഡോട്ട് നൊട്ടേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കില്ല. ബ്രാക്കറ്റ് നൊട്ടേഷനിൽ നമുക്ക് കമ്പ്യൂട്ടേഷനുള്ള കാര്യങ്ങൾക്കൊക്കെ ഡൈനാമിക് പ്രോപ്പർട്ടീസിന്റെ വാല്യൂ എടുക്കാനും ഒക്കെ നമുക്ക് ബ്രാക്കറ്റ് നൊട്ടേഷൻ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ അതേ കേസ് ഡോട്ട് നൊട്ടേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കില്ല. അത് ഈ ഒരു കേസിൽ വരുമ്പോഴത്തേന് നമുക്ക് ബ്രാക്കറ്റ് നൊട്ടേഷൻ തന്നെ യൂസ് ചെയ്യേണ്ടി വരും. ഡോട്ട് നൊട്ടേഷൻ എവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് സ്റ്റാറ്റിക് പ്രോപ്പർട്ടി വാല്യൂസ്, പ്രോപ്പർട്ടി നെയിംസിനെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഫാസ്റ്റർ കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ ഡോട്ട് നൊട്ടേഷൻ യൂസ് ചെയ്യുന്നത്. ഒബ്ജക്ട് നൊട്ടേഷൻ എവിടെയാണ് മെയിനായിട്ട് വരുന്നത്? ഡൈനാമിക് പ്രോപ്പർട്ടി നെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്ജക്ട് നൊട്ടേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ. നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. താഴെ പോയിട്ട് നമുക്ക് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആൻഡ് സ്പേസസ് നോക്കാം. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ എടുക്കും? നമ്മൾ ഒന്ന് ക്ലിയർ ചെയ്യുന്നു. പേഴ്സൺ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിനകത്ത് ഞാൻ രണ്ട് ഫീൽഡുകൾ കൊടുക്കുന്നു, ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും, ആലീസ് എന്നും സ്മിത്ത് എന്നും. അപ്പൊ ഫസ്റ്റ് നെയിമിനും ലാസ്റ്റ് നെയിമിനും ഇടയ്ക്ക് സ്പേസ് ഉണ്ട്, അല്ലെ? ഫസ്റ്റ് സ്പേസ് നെയിം, ലാസ്റ്റ് സ്പേസ് നെയിം. ഇത് നമുക്ക് ഒരു ഡോട്ട് നൊട്ടേഷൻ വെച്ച് എടുക്കാനായിട്ട് സാധിക്കില്ല. ഫസ്റ്റ് നെയിം അല്ലെങ്കിൽ എൻ ക്യാപിറ്റൽ അല്ല ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് എഴുതാനായിട്ട് തന്നെ സാധിക്കില്ല. ഇതിന് ഔട്ട്പുട്ട് കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത്, ഔട്ട്പുട്ട് കിട്ടില്ല, പക്ഷെ എഴുതാനായിട്ട് പോലും ഇങ്ങനെ സാധിക്കുള്ളൂ. നമുക്ക് ഫസ്റ്റ് സ്പേസ് നെയിം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓൾറെഡി നമുക്ക് അവിടെ എറർ കാണിക്കും. കണ്ടോ, നമ്മൾ ഇങ്ങനെ ഒറ്റ വേർഡായിട്ട് എഴുതി കഴിഞ്ഞാലും നമുക്കിതിന് ഔട്ട്പുട്ട് കിട്ടില്ല. പക്ഷേ നമ്മൾ ബ്രാക്കറ്റ് നൊട്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡബിൾ കോട്ട്സിന്റെ അകത്ത്
ഈ സ്പേസ് ഉണ്ടെങ്കിൽ സ്പേസ് സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ബ്രാക്കറ്റിനകത്ത് അതേപോലെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ വാല്യൂ കിട്ടും. സേവ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ വന്നിട്ട് ഫസ്റ്റ് നെയിം എന്നുള്ള അൺഡിഫൈൻഡ് വന്നു. നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ, കാരണം ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി അതിൻ്റെ അകത്ത് ഇല്ല. അതേപോലെ ഫസ്റ്റ് സ്പേസ് നെയിം എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യാനും സാധിക്കും. ഇവിടെ ഡോട്ട് വെച്ചിട്ട് എടുക്കാനും സാധിക്കില്ല. പക്ഷെ രണ്ടാമത്തേത് വരുമ്പോഴത്തേന് നമ്മൾ ഡബിൾ കോട്സിനകത്ത് വേരിയബിളിന്റെ നെയിം സ്പേസ് ഇട്ടാണെങ്കിലും സ്പെഷ്യൽ ക്യാരക്ടർ ആണെങ്കിലും നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് രണ്ടാമത്തെ എഴുതി കഴിഞ്ഞപ്പോൾ നമുക്ക് ആലീസ് എന്ന് കിട്ടിയത്. ക്ലിയർ ആയോ? നമ്മൾ ഈ പഠിച്ചതൊക്കെ സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഡോട്ട് നൊട്ടേഷൻ ആണെങ്കിൽ ഒബ്ജക്റ്റ് ഡോട്ട് പ്രോപ്പർട്ടി നെയിം വെച്ചിട്ട് നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. ബ്രാക്കറ്റ് നൊട്ടേഷൻ ആണെങ്കിൽ ഒബ്ജക്റ്റ് ഓഫ് ആ ഒരു വേരിയബിൾ നെയിം അല്ലെങ്കിൽ ഒരു കീ നെയിം ആയിരിക്കും നമുക്ക് കോൾ ചെയ്യേണ്ടി വരുന്നത്. ഒബ്ജക്ട് നൊട്ടേഷൻ ഡോട്ട് നൊട്ടേഷൻ എന്ന് പറയുന്നത് ഈസിയർ ടു റീഡ് ആയിരിക്കും. ബ്രാക്കറ്റ് നൊട്ടേഷൻ എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലക്സ് ആയിരിക്കും. കോംപ്ലക്സ് ഏരിയസ് വരുമ്പോൾ കുറച്ച് കോംപ്ലക്സ് ആയിരിക്കും. പിന്നെ നമുക്ക് ഫാസ്റ്റർ ആയിരിക്കും, ഇത് സ്പീഡ് കൂടുതലായിരിക്കും. കാരണം ഇതിനകത്ത് അധികം കമ്പ്യൂട്ടേഷൻ വരുന്നില്ല, ഡയറക്റ്റ് സ്റ്റാറ്റിക് വാല്യൂ ആണ് എടുക്കുന്നത്. പക്ഷെ എന്താണ്, ബ്രാക്കറ്റ് നൊട്ടേഷൻ വരുമ്പോഴത്തേന് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിരിക്കും, കുറച്ച് സ്ലോ ആവാനും ചാൻസ് ഉണ്ട്. ഡൈനാമിക് പ്രോപ്പർട്ടി നെയിംസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രാക്കറ്റ് നൊട്ടേഷൻ യൂസ് ചെയ്യണം. സ്റ്റാറ്റിക് പ്രോപ്പർട്ടി നെയിംസ് മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ, ഡോട്ട് നൊട്ടേഷനിൽ പറ്റുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കാം. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.